തദ്ദേശ സ്ഥാപന നിയമം അനുസരിച്ച് സംസ്ഥാനത്ത് ഏത് സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിലും അതിന് കൃത്യമായ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾ ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ സംസ്ഥാനത്തെ സ്പാകൾ സംബന്ധിച്ച് 2013 മുതലാണ് ആദ്യമായി പോലീസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ പോലീസ് തലപ്പത്തടക്കം ചില ഭയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഇൻഫർമേഷൻസ് വരുന്നത്. ഈ സാഹചര്യത്തിൽ അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണത്തിൽ ചില നിയമപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വേണമെന്ന് സംസ്ഥാനത്ത് അന്ന് സംസ്ഥാന പോലീസിന്റെ തലപ്പത്തുണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അഭിപ്രായപ്പെട്ടതാണ്. ഇപ്പോൾ തിരുവല്ലയിലെ സംഭവത്തിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസിലെ ഇന്റലിജൻസ് വിഭാഗം തന്നെ റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. അതിലാണ് പറയുന്നത് ഈ സംസ്ഥാനത്ത് സ്പാ ലൈസൻസ് വ്യാപകമായി ദുരുപയോഗം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കൂണുകൾ പോലെ സ്പാകൾ വരുന്നതിന് പിന്നിൽ ക്രമക്കേട് എന്നുള്ള റിപ്പോർട്ട് അത് സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ്. കൊച്ചിയിൽ മാത്രം 500-ലധികം സ്പാകൾ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്ത് 200ഓളം സ്പാകൾ പ്രവർത്തിക്കുന്നു. മിക്ക സ്പായും തദ്ദേശ ലൈസൻസ് ദുരുപയോഗം ചെയ്തതായിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. പലയിടത്തും ഡോക്ടർമാർ, അംഗീകൃത മസാജർമാർ എന്നിവരില്ല. മാത്രമല്ല ചില സ്പാകൾ പ്രവർത്തിക്കുന്നത് ഗുണ്ടകളുടെ സാന്നിധ്യത്തിലാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അനധികൃത സ്പാകളിൽ ചിലത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയിലും പ്രവർത്തിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്പാകളെ നിയന്ത്രിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഇടപെടണമെന്നും അക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പറയുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്പാകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ വ്യാപക പരിശോധനയും ചില ഇടപെടലുകളും നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം.